ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് 2025 റിവ്യൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റിൽ ആദ്യമേ പറയണേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് 1-ാം തീയതിയൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താരും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. സോ എൻ്റെ 2025, അതായത് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല മൊമെന്റ്സും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ 2025 എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഫുള്ള് തിരക്കായിരുന്നിട്ടും ഒരുപാട് സ്ഥലത്ത് എത്തിപ്പെടാനായിട്ട് പറ്റി. അതുമാത്രമല്ല, പുറത്തൊക്കെ പോകുമ്പോഴായിരുന്നാലും വീഡിയോസ് ഇടുന്ന പയ്യല്ലേ, വീഡിയോസ് ഇടുന്ന ചേട്ടയില്ലേ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു മൊമെന്റ് തന്നെയാണ്. അതായത് ഈ 2025 തന്നെയാണ് എനിക്ക് കൂടുതലും ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇതേപോലെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണേ. അപ്പോൾ അതൊരു യൂട്യൂബറിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്നിട്ട് നമ്മൾ ഡ്രീമോ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ 98% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീമും എന്തായിരുന്നാലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമ്മുടെ എന്തെങ്കിലും ഒരു ഡൗൺഫോളോ, എന്തെങ്കിലും നമുക്ക് മെന്റലി ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ നമ്മളെ അടുത്തറിയുന്നവർ നമുക്ക് സപ്പോർട്ട് കാണത്തില്ല. പക്ഷേ നമ്മൾ സ്ട്രേഞ്ചർ ആയിട്ടുള്ള, നമ്മൾ അത്രയും ഒരു അറ്റാച്ച് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ടും നമ്മൾ മെന്റലി ഫുള്ള് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രേഞ്ചറിന് പറ്റും. അതും ഞാൻ 2025 പഠിച്ച ഒരു കാര്യമാണ്. അതുമാത്രമല്ല, 2025 ഒരുപാട് അവസരങ്ങൾ കയ്യിൽ വന്നിട്ടും ഞാൻ ഫുള്ള് തട്ടിക്കളഞ്ഞ ഒരു വർഷമായിരുന്നു. അത് ഇപ്പം ആലോചിക്കുമ്പം അത് വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുകയാണ്. ആരെയും കൂടുതൽ നമ്പല്ലേ, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയതും അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ അച്ചീവ് ചെയ്തു. അതോടൊപ്പം തന്നെ കയ്യിൽ കിട്ടിയ സാധനം വേണ്ടാന്ന് വരെ വെച്ചിട്ടുള്ള ഒരു വർഷമായിരുന്നു ഈ 2025 എന്ന് പറയുന്നത്. ഒരുപാട് നല്ല മൊമെന്റ്സ്, അതായത് പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരുന്നാലും ബ്രോ വീഡിയോ ഇടുന്ന ചേട്ടയില്ലേ, അതോടെ ബ്രോ വീഡിയോ ഇടുന്ന പയ്യനല്ലേ, വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഫീല്, അത് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലും സ്ട്രേഞ്ചേഴ്സാണ്. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നവരറിയാം. അത് കമൻറ്റ് വഴിയായിരുന്നാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM-ലായിരുന്നാലും ഒരുപാട് നല്ല മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഡൗൺഫോളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇടുമ്പം എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഇൻസ്റ്റയിലും അതോടൊപ്പം തന്നെ എൻ്റെ വാട്സാപ്പിൽ DM-ലൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഫുള്ള് മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സിനേക്കാളും കൂടുതലും നമ്മുടെ സ്ട്രേഞ്ചേഴ്സാണ് നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു വർഷം. അതുമാത്രമല്ല, ഈ 2025 ഞാൻ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് J-Square ഫ്രെയിംസ് എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രാൻഡ്. അത് തന്നെ ഏകദേശം ഒരു 300+ കസ്റ്റമേഴ്സിനെ വരെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഒപ്പിച്ചായിരുന്നു. അത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കായിട്ടുള്ളത്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. ഒരുപാട് സ്ഥലത്ത് എനിക്ക് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു വർഷം, അതായത് ഫുള്ള് തിരക്കായിരുന്നു ഈ ഒരു വർഷം. മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെയാണ്. ഓരോ കാര്യങ്ങൾക്കും ഫ്രണ്ട്സ് ആയിരുന്നാലും വിളിക്കുമ്പം ഞാൻ പോകാറില്ല. കാരണം എനിക്ക് ഡെയിലി ഒരു 3 വീഡിയോ എങ്കിലും ഡെയിലി കുറഞ്ഞത് വീഡിയോ എഡിറ്റ് ചെയ്യണം, യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം. എനിക്ക് 6 ചാനലുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കാം, പക്ഷെ 6 ചാനൽ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യണത്. അതിൻ്റെ അഹങ്കാരമല്ല, പക്ഷെ 6 ചാനലും ഡെയിലി വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഡെയിലി അല്ലാതെ ഞാൻ 3 വീഡിയോസ് എഡിറ്റ് ചെയ്യും, അപ്ലോഡും ചെയ്യും. അതുമാത്രമല്ല, 2025 ജനുവരിയിൽ ഞാൻ എടുത്തൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് കഴിഞ്ഞ കൊല്ലം അച്ചീവ് ചെയ്യാനായിട്ടേ കഴിഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി മിനി വ്ലോഗ് ഇടുന്ന കാര്യം. പക്ഷേ ഞാൻ ഇത് കുറഞ്ഞത് ഒരു 20 മിനി വ്ലോഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഈ കൊല്ലം എനിക്ക് ഡെയിലി എന്ന് പറയുന്നില്ല, എന്തായാലും മാക്സിമം കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഒരുപാട് വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കഴിഞ്ഞ 2024 ഞാൻ മിക്കപ്പോഴും കോളേജിൻ്റെ വ്ലോഗ് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പം കോളേജിൽ പോയിട്ട് വ്ലോഗ് എടുക്കാനായിട്ട് ഒരു ഇതില്ല. പക്ഷേ ഫുള്ള് എൻജോയ്മെൻ്റ് ആണ് ഞാൻ കോളേജിലായിട്ട് ഇപ്പം മെയിനായിട്ട് പോണത്. വ്ലോഗ് എടുക്കാനായിട്ട് എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് DM-ലൊക്കെ വരാറുണ്ട്, ബ്രോ വീഡിയോസ് ഇടുമോ, കോളേജ് വ്ലോഗ് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് സെറ്റ് ചെയ്യും. പിന്നെ ലൈഫ് സ്മൂത്തായി കൊണ്ട് പോകുന്ന ടൈമിലായിരിക്കും താഴെ ഇറക്കണത്. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഒന്ന് ഫുള്ള് ഡൗൺ ആക്കി കളയും.
അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സ്ട്രേഞ്ചർ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് പേര്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വീഡിയോ ഇത് വെച്ചിരിക്കുന്നത്. ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പം കിട്ടുന്ന ഒരു ഫീല് എനിക്കിപ്പം ഞാൻ പഴയ വീഡിയോ ഒക്കെ ഇട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഫീല് എനിക്ക് ആ സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.